നാം തെരഞ്ഞെടുപ്പ് അട്ടിമറികളെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. വ്യാജ വോട്ട്, കള്ളവോട്ട്, ബൂത്ത് പിടുത്തം തുടങ്ങിയ പല പേരുകളിലും നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ബൂത്തുകളിൽ തന്നെ ചിലപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൂടുന്നില്ല. എന്നാൽ ഇതൊക്കെ ഒരു സാധാരണ നിലക്കുള്ള വോട്ട് ക്രമക്കേടുകളാണ്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകളാണെന്ന് പറയാം. എന്നാൽ ഇതിൻ്റെയൊക്കെ 10 മടങ്ങ് ശേഷിയുള്ള വ്യാപകമായ തോതിൽ വോട്ട് അട്ടിമറിക്കുന്ന ചില പ്രക്രിയകളെക്കുറിച്ചാണ് ഇന്നിപ്പോൾ രാജ്യം ചർച്ച ചെയ്യുന്നത്. കുറച്ചുനാൾ മുമ്പ് നമുക്കറിയാം, മുൻ മന്ത്രി ജി സുധാകരൻ, CPM നേതാവ്, ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. അതായത് പോസ്റ്റൽ വോട്ടുകൾ തുറന്നു നോക്കിയ ശേഷമാണ് അത് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞത് വലിയ വിവാദമായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ കേസെടുക്കുകയും ചെയ്തു. അതുപോലും നമുക്ക് വലിയ ഗുരുതരമായ ഒരു പ്രശ്നമായി നമുക്ക് അനുഭവപ്പെടില്ല. പക്ഷേ ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്ന വിഷയം ഇതൊന്നുമല്ല. അതിനെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിക്കുന്നത് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള തിരഞ്ഞെടുപ്പ് അട്ടിമറി എന്നാണ്. അതിൻ്റെ മാനങ്ങൾ അത്രയും വലുതാണ്. ഇത് ഏറ്റവും പ്രത്യക്ഷമായും ഏറ്റവും ഗ്ലെയറിംഗ്ലി സ്ട്രേഞ്ച് ആയിട്ട് എന്നാണ് രാഹുൽ ഗാന്ധി തൻ്റെ ഈയിടെ പ്രസിദ്ധപ്പെടുത്തിയ ലേഖനത്തിൽ പറയുന്നത്. അതായത് പ്രത്യക്ഷത്തിൽ തന്നെ വിചിത്രം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ കണ്ടത് കഴിഞ്ഞ നവംബറിൽ നടന്ന 2024 നവംബർ 20 നടന്ന മഹാരാഷ്ട്ര വിധാൻസഭാ തിരഞ്ഞെടുപ്പിലാണ്. ഏറ്റവും പ്രത്യക്ഷമായ അട്ടിമറി എന്നാണ് അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറയുന്നത്. അത് കാരണം തന്നെ ആ അട്ടിമറി നടത്താനുള്ള വ്യഗ്രത കൊണ്ട് ഔദ്യോഗിക കണക്കുകളിലൂടെ തന്നെ ആ അട്ടിമറി പുറത്തു വന്നുവെന്നാണ്. സാധാരണ ഇത്തരം വിഷയങ്ങൾ പുറത്തു വരിക NGO സംഘടനകളുടെ ഒരു അന്വേഷണത്തിലൂടെ അല്ലെങ്കിൽ അനൗദ്യോഗികമായ കണക്കുകളിലൂടെയൊക്കെയാണ്. ഇതങ്ങനെയല്ല, ഔദ്യോഗിക കണക്കുകളിലൂടെ തന്നെ ഈ അട്ടിമറി പുറത്തു വന്നു. അതിന് കാരണം അത് നടത്തിയെടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ശ്രമങ്ങൾ അത്രയ്ക്ക് വ്യഗ്രതയോടെയുള്ളതായിരുന്നു എന്നതാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. അപ്പോൾ ഇതിൽ പടിപടിയായിട്ടാണ് ഇത് നടന്നത് എന്നതാണ്. ഒരു തിരഞ്ഞെടുപ്പ് ഒന്നടങ്കം അട്ടിമറിക്കുന്ന പടിപടിയായുള്ള പ്രവർത്തനങ്ങൾ നടന്നു എന്നാണ്. അതിന് 5 സ്റ്റെപ്പുകൾ രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുന്നുണ്ട്. അതിലാദ്യത്തേത് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനമാണ്. അത് വളരെ മുമ്പ് നടന്നതാണ്. പക്ഷെ ആ നിയമന പ്രക്രിയയിൽ ഒരു അട്ടിമറി സ്വഭാവം ഉണ്ടായിരുന്നു എന്നാണ് രാഹുലിൻ്റെ ആരോപണം. അത് ഇങ്ങനെയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം ഈ അട്ടിമറിയുടെ ഭാഗമാകുന്നത് 2023 സർക്കാർ കൊണ്ടുവന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതിയിലൂടെയാണ്. അതുവഴി തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്ന സമിതിയിൽ പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവരാണ് ഉൾപ്പെട്ടത്. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നത്, സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാനമായ വിധിയിൽ നിർദ്ദേശിച്ചത് പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരുൾപ്പെട്ട സമിതിയായിരിക്കണം തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കേണ്ടത് എന്നാണ്. എന്നാൽ അത് മറികടക്കാൻ വേണ്ടി 2023 ഓഗസ്റ്റിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതിയാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. ഈ നിയമ ഭേദഗതി ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കിയെടുത്താണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ആ സമിതിയിൽ നിന്ന് ഒഴിവാക്കിയത്. അത് എന്തിനു വേണ്ടിയാണ് എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ഒഴിവാക്കുമ്പോൾ അതിലേക്ക് കൂട്ടിച്ചേർത്തത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെയാണ്. അതായത് അപ്പോൾ സമിതിയുടെ ഘടന ഇങ്ങനെയാണ്: പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരാണ്. അപ്പോൾ അവിടെ രാഹുൽ ഗാന്ധിയുടെ പ്രസക്തി തന്നെ ഇല്ലാതാവുകയാണ്. കാരണം 2-1 എന്ന മെജോറിറ്റി കൊണ്ട് കമ്മീഷണർമാരെ സർക്കാരിന് താല്പര്യമുള്ള ആളുകളെ വെച്ച് നിയമിക്കാൻ കഴിയുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതാണ് തിരഞ്ഞെടുപ്പ് അട്ടിമറിയിൽ, മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് അട്ടിമറിയിലേക്ക് നയിച്ച ആദ്യത്തെ പടി എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വോട്ടർ പട്ടിക ക്രമക്കേടാണ്. വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അതിലെ സംഖ്യയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ ആകെ വോട്ടർമാരുടെ എണ്ണം 8.98 കോടിയായിരുന്നു. അതായത് 8,98,00,000. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും, അതായത് 5 വർഷത്തിന് ശേഷം, അത് 9.29 കോടിയായി. അതായത്
31 ലക്ഷത്തിൻ്റെ വർധന 5 വർഷം കൊണ്ട്. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 5 മാസത്തിന് ശേഷമാണ് വിധാൻസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോഴത്തേക്ക് ആകെ വോട്ടർമാരുടെ എണ്ണം 9.7 കോടിയായി. അതായത് 41 ലക്ഷത്തിൻ്റെ വർധന. 5 വർഷം കൊണ്ട് 31 ലക്ഷത്തിൻ്റെ വർധനയായിരുന്നുവെങ്കിൽ പിന്നീട് അങ്ങോട്ട് 5 മാസം കൊണ്ട് 41 ലക്ഷത്തിൻ്റെ വർധനയുണ്ടായി എന്നതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്ന, ഔദ്യോഗിക രേഖകൾ പ്രകാരം ചൂണ്ടിക്കാണിക്കുന്ന ഒരു ക്രമക്കേട്. ഇത് അത്യപൂർവമാണ്, ഇത് അസംഭാവ്യമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. രണ്ടാമതൊരു കാര്യം, 9.7 കോടി വോട്ടർമാർ എന്ന കണക്ക് മറ്റൊരു തരത്തിൽ കൂടി ഒരു അവിശ്വസനീയമാണ്. കാരണം മഹാരാഷ്ട്രയിലെ ആകെ പ്രായപൂർത്തിയായ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 9.54 കോടിയാണ്. അപ്പോഴെങ്ങനെയാണ് 9.7 കോടി വോട്ടർമാരുണ്ടാകുന്നത് എന്നതാണ് ചോദ്യം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോളിംഗ് ദിവസത്തെ പോളിംഗ് ശതമാനത്തിൻ്റെ കണക്കുകളാണ്. അന്ന് വൈകിട്ട് 5 മണിക്ക്, അതായത് 2024 നവംബർ 20 വൈകിട്ട് 5 മണിക്ക് താൽക്കാലിക കണക്ക് പുറത്തു വന്നപ്പോൾ ആകെ പോളിംഗ് 58.22%. എന്നാൽ പിറ്റേന്ന് ഫൈനൽ കണക്ക് വരാൻ അത്രയും വൈകി. പിറ്റേന്ന് അവസാന പോളിംഗ് ശതമാനം വന്നപ്പോൾ കമ്മീഷൻ പറയുന്ന കണക്ക് 66.05%. അതായത് 7.83% വർധന. അതായത് അന്ന് വൈകിട്ട് 5 മണിക്ക് ശേഷം 7.83% വർധനയുണ്ടായി എന്നാണ്. എന്ന് വെച്ചാൽ ഏതാണ്ട് 76 ലക്ഷം പേർ കൂടി ആ വൈകിട്ട് 5 മണിക്ക് ശേഷം വോട്ട് ചെയ്തു എന്നാണ്. ഇതെങ്ങനെ സാധ്യമാകും എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം. അതായത് ഇങ്ങനെ ഒരു വർധന, ചെറിയ വർധന ഉണ്ടാവാറുണ്ട് സ്വാഭാവികമായും. അതിൻ്റെ കണക്കുകൾ, മുൻകാല തിരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് വെച്ച് നോക്കിയാൽ പോലും ഒരിക്കലും ഇത്രയധികം വർധന വൈകിട്ട് 5 മണിക്ക് ശേഷം മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നതാണ്. അദ്ദേഹം ആ കണക്കിനെ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് BJP കഴിഞ്ഞ തവണ തോറ്റ 85 മണ്ഡലങ്ങളിലെ 12,000 ബൂത്തുകളിലാണ് യഥാർത്ഥത്തിൽ ഈ വർധന ഏറെയും ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അവിടെ ഈ ഒരു ബൂത്തിൽ ശരാശരി 600 വോട്ടെങ്കിലും പിന്നീട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, 5 മണിക്ക് ശേഷം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരാൾക്ക് വോട്ട് ചെയ്യാൻ 1 മിനിറ്റ് ആണെങ്കിൽ ഇത്രയും വോട്ട് രേഖപ്പെടുത്തണമെങ്കിൽ 10 മണിക്കൂറെങ്കിലും അധികം പോളിംഗ് വേണ്ടി വരുമെന്നാണ്. അങ്ങനെയൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കേണ്ട കാര്യമാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ നമുക്ക് റിസൾട്ട് വന്നപ്പോൾ കാണാൻ കഴിഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ 85 മണ്ഡലങ്ങളിൽ ഏറെയും NDA, അതായത് BJP നേതൃത്വം നൽകുന്ന NDA വിജയിച്ചു എന്നതാണ്. ഇവിടെ ഒരു സവിശേഷമായ ഒരു കാര്യം രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഇത് ഇങ്ങനെ വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചത്, അല്ലെങ്കിൽ പോളിംഗ് വർദ്ധിച്ചത് യുവജനങ്ങൾക്ക് ഇലക്ഷനിൽ താല്പര്യം കൂടിയതുകൊണ്ടാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് എന്തുകൊണ്ട് ഈ 12,000 പോളിംഗ് ബൂത്തുകളിൽ മാത്രം ഈ ഒരു താല്പര്യമുണ്ടായി, ബാക്കി 88,000 പോളിംഗ് ബൂത്തുകളിൽ എന്തുകൊണ്ട് ആ താല്പര്യം ഇല്ലാതെ പോയി എന്നാണ്. പിന്നെ ഇതിൻ്റെ ഒരു സവിശേഷമായ ഉദാഹരണമായി രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നത് നാഗ്പൂർ ജില്ലയിലെ കാംതി എന്ന മണ്ഡലമാണ്. ഇവിടെ വളരെ പ്രത്യേകതയുള്ള ചില കാര്യങ്ങൾ നടന്നു. ഇവിടെ കോൺഗ്രസിൻ്റെ ആകെ വോട്ട്, ശരാശരി കോൺഗ്രസിന് ഈ മണ്ഡലത്തിൽ നിന്ന് കിട്ടാറുള്ള വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏകദേശം അത് തന്നെയാണ് കിട്ടിയത്, 1.36 ലക്ഷം വോട്ടാണ്. എന്നാൽ BJPക്ക് ഇത്തവണ കിട്ടിയത്, അതായത് ഈ തവണയും 1.36 ലക്ഷം വോട്ടാണ് കോൺഗ്രസിന് കിട്ടിയത്. പക്ഷെ BJPക്ക് കിട്ടിയത് 1.75 ലക്ഷം. അതായത് കഴിഞ്ഞ തവണയൊക്കെ BJPക്ക് കിട്ടിയതിനേക്കാൾ 56,000 വോട്ടിൻ്റെങ്കിലും വർധന എന്നതാണ്. ഇവിടെ അതിൻ്റെ അർത്ഥം 35,000 വോട്ടെങ്കിലും, അവിടെ കൂട്ടിച്ചേർക്കപ്പെട്ട 35,000 വോട്ടെങ്കിലും നേരെ BJPയിലേക്ക് പോയി എന്നതാണ്. ഇതിൻ്റെ എല്ലാം ഭാഗമായി മത്സരിച്ച 149 സീറ്റിൽ 132 സീറ്റിൽ BJP വിജയിച്ചു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. സ്ട്രൈക്ക് റേറ്റ് 89%. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ BJPയുടെ സ്ട്രൈക്ക് റേറ്റ് ഇവിടെ 32% മാത്രമായിരുന്നു. അപ്പോൾ ഇതിനോട് നമുക്ക് ഇനി നോക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറെക്കുറെ നിശബ്ദത പാലിക്കുകയോ
അല്ലെങ്കിൽ ഇതിനെ അബദ്ധജടിലമെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയോ ആണ് ചെയ്തത്. ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി ഈ വിഷയം ഉന്നയിച്ചതിന് ശേഷവും ഈ ആരോപണങ്ങൾ അസംബന്ധമെന്ന് പറയാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചത്. ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധി പ്രത്യേകമായി ആവശ്യപ്പെടുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും വിധാൻസഭാ തെരഞ്ഞെടുപ്പിന്റെയും വോട്ടർ പട്ടിക ഫോട്ടോ സഹിതം പുറത്തുവിടുക. അതിന് എന്താണ് തടസ്സമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നില്ല. പക്ഷേ ആ ആവശ്യം അംഗീകരിക്കാൻ അല്ലെങ്കിൽ ആ അഭ്യർത്ഥന അംഗീകരിക്കാൻ അവർ കൂട്ടാക്കുന്നില്ല എന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പ് പോളിംഗ് സ്റ്റേഷനുകളിൽ CCTVകളുണ്ട്. ആ ദൃശ്യങ്ങൾ പുറത്തുവിടുക എന്നതാണ്. അതെന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അത് സ്വകാര്യതയുടെ ലംഘനമായിരിക്കും എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ വിധിയുണ്ടായിരുന്നു അത് പുറത്തുവിടണം എന്നത് സംബന്ധിച്ച്. എന്നാൽ ഇതിനിടയിൽ സംഭവിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ഉത്തരവ് മറികടക്കാൻ 1961 കണ്ടക്ട് ടു ഇലക്ഷൻ റൂൾസിലെ നിശ്ചിത വകുപ്പ് കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തു, തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ആലോചിച്ചെന്നാണ്. ഫലത്തിൽ ആ ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ കേന്ദ്ര സർക്കാരും കമ്മീഷനും എടുത്തു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. മറ്റൊരു കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും ഒടുവിലും പറഞ്ഞത് ഇത് എഴുതി തരാത്തത് കൊണ്ടാണ് ഇതിന് ഔദ്യോഗികമായി മറുപടി പറയാത്തത് എന്നാണ്. പകരം ചില സൂചനകൾ കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും സോഴ്സസ് വഴി മാധ്യമങ്ങളോട് സംസാരിക്കുക, ഒരു തരത്തിലുള്ള ഔദ്യോഗിക സ്വഭാവമില്ലാത്ത വാർത്താക്കുറിപ്പ് ഇറക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഔദ്യോഗികമായി കൃത്യമായി ഈ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച ഈ 5 പോയിന്റും തള്ളിക്കളഞ്ഞുകൊണ്ടൊരു നിഷേധ പ്രസ്താവന ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് ഇത് എഴുതി തരാത്തതാണ് ഇതിന് മറുപടി നൽകാതിരിക്കാൻ കാരണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. എന്നാൽ അവിടെ പറയാനുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 17 പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഒരു ആരോപണം ഉന്നയിച്ചു. ആരോപണമല്ല, അതൊരു വസ്തുതയാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു. അതായത് ഒരാളുടെ തിരഞ്ഞെടുപ്പ് ID, വോട്ട് ID, അതായത് നമ്മുടെയൊക്കെ തിരഞ്ഞെടുപ്പ് കാർഡിലെ തിരിച്ചറിയൽ കാർഡിലെ ID, അതിന് എപ്പിക് നമ്പർ എന്നാണ് പറയുക, EPIC നമ്പർ എന്നാണ് പറയുക. ഈ എപ്പിക് നമ്പർ ഇപ്പോൾ കേരളത്തിലുള്ള എൻ്റെ വോട്ടേഴ്സ് ID-യിലെ എപ്പിക് നമ്പർ വേണമെങ്കിൽ മഹാരാഷ്ട്രയിലെയോ ആന്ധ്രാപ്രദേശിലെയോ ഛത്തീസ്ഗഡിലെയോ വേറൊരാൾക്ക് കൂടി ഉണ്ടാകാമെന്നാണ്. അത് തെളിയിക്കപ്പെട്ടു. ആ ആരോപണം ഉന്നയിച്ചപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് സമ്മതിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുണ്ടെങ്കിൽ തന്നെയും അത് ഈ പോളിംഗ് ബൂത്തുകളുടെ അല്ലെങ്കിൽ അവരുടെ മണ്ഡലങ്ങളുടെയൊക്കെ വ്യത്യാസം കൊണ്ട് ഒരിക്കലും കള്ളവോട്ട് ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലാണ് അത് എന്നാണ് പറഞ്ഞത്. പക്ഷേ മമതാ ബാനർജിയോ തൃണമൂൽ കോൺഗ്രസോ അത് അനുവദിച്ചില്ല. അതിൽ വളരെ ശക്തമായ പ്രതിഷേധവും അവർ ഉന്നയിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ അത് X വഴിയാണ് മമതാ ബാനർജി ഉന്നയിച്ചത്, അല്ലാതെ എഴുതി കൊടുക്കുകയല്ല ചെയ്തത്. ആ ഉന്നയിച്ചപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി തന്നെ അവരുടെ ഡയറക്ടർ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി അതിനോട് പ്രതികരിച്ചു. അപ്പോൾ രാഹുൽ ഗാന്ധി ഇത് എഴുതി കൊടുക്കാത്തതാണ് പ്രശ്നം എന്ന് പറയുന്നത് വളരെ ബാലിശമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ സമയത്ത് ഇത് രാഹുൽ ഗാന്ധി വീണ്ടും ഉന്നയിക്കുന്നതിന് വളരെ സവിശേഷമായ ഒരു കാരണമുണ്ട്. ഈ വർഷം അവസാനമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധയോടെ വേണം വോട്ടർമാരുടെ പട്ടിക തയ്യാറാക്കാനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് മുഴുവൻ നീങ്ങാനുമെന്ന് ഇന്ത്യ സഖ്യത്തെ കൂടി, പ്രതിപക്ഷത്തെ ഒന്നാകെ കൂടി ഓർമ്മിപ്പിക്കുക കൂടിയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്ന് പറയാം. അതേസമയം ഭരണപക്ഷം, കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ NDA ഇത് വീണ്ടും ഈ തന്ത്രങ്ങളൊക്കെ അവിടെയും ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നതിനുള്ളൊരു മുന്നറിയിപ്പായിട്ട് കൂടിയാണ് രാഹുൽ ഗാന്ധി ഈ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് കാണാം. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി അതിനോട് പ്രതികരിക്കുക, അല്ലെങ്കിൽ ഈ വോട്ടേഴ്സ് ID-യുടെ 2024 മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ 2 തെരഞ്ഞെടുപ്പുകളുടെയും വോട്ടർ പട്ടിക പുറത്തുവിടുക എന്ന ഒരു കാര്യമാണ്. ഇത് സമ്പൂർണ്ണമായി നിഷേധിക്കാൻ അവർക്ക് ചെയ്യാൻ സാധിക്കുക എന്നാണ് പറയേണ്ടത്. നമസ്കാരം.